നാളെയാണ് ആ ദിനം. പലരുടെയും ഭാവി എന്താണ് എന്ന് നിശ്ചയിക്കാൻ പോകുന്ന ആ ദിവസമാണ് നാളെ. നമ്മൾ കഠിനമായ വാക്കുകളാണ്, പ്രത്യേകിച്ച് പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ. പാലക്കാട്ടെ കൊടും ചൂട്, പാലക്കാട്ടെ കോട്ടയാര് പിടിക്കും എന്നൊക്കെ ചോദിക്കുന്നതിന്റെ കാഠിന്യം ഉണ്ടായിരുന്നു അവിടുത്തെ മത്സരത്തിന്. മറ്റിടങ്ങൾ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. വയനാട്ടിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം എത്ര കുറഞ്ഞാൽ ഏതൊക്കെ തലകൾ ഉരുളും. ചേലക്കരയിൽ എന്ത് സംഭവിക്കും? സർക്കാരിന് ജനവിധി കുറിക്കലാകുമോ ചേലക്കരയിൽ സംഭവിക്കാൻ പോകുന്നത്? നിർണായകമായ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതായത് മഹാരാഷ്ട്രയും ജാർഖണ്ഡും കൂടി നാളെ വിധി എഴുതുകയാണ്. അപ്പൊ നാളെ അതിനിർണായകമായ ഒരു ദിവസമാണ്. പാലക്കാടൻ തീക്കാറ്റിൽ കരിഞ്ഞു വീഴുന്നത് ആരാകും? ചേലക്കരയിൽ ഉയർക്കൊള്ളുന്നത് ആരാകും? വയനാട് ചുരം ഇറങ്ങി ഡൽഹിയിലേക്ക് പോവുക. ഇതെല്ലാം അറിയാനിരിക്കുന്ന ദിവസത്തിന് തൊട്ട് തലേ ദിവസം ഇന്ന് എന്ത് സംഭവിക്കും നാളെ എന്നതിന്റെ ഒരു കർട്ടൻ റൈസർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, കാരണം ഈ 1 മാസത്തിലധികം നീണ്ട പോരാട്ട ചൂടിൽ എല്ലാ വിവരങ്ങളും ഒരുപക്ഷെ നമ്മളെക്കാൾ ഏറെ പ്രേക്ഷകർക്കറിയാം. എല്ലാ ഡേറ്റയും എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. എന്തൊക്കെ രാഷ്ട്രീയ കാറ്റ് വീശൽ ഉണ്ടായിട്ടുണ്ട്, അടിക്കാറ്റുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥിതിഗതികളൊന്ന് പരിഗണിക്കാൻ പോകുന്നു, പരിശോധിക്കാൻ പോകുന്നു. ആദ്യം ഉറപ്പായും പാലക്കാട്ടേക്ക് അല്ലേ? അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങൾ അനുസരിച്ച് രതീഷ് 18 റൗണ്ടുകളായാണ് വോട്ടെണ്ണുക. ആദ്യം നിശ്ചയിച്ചിരുന്നത് 14 റൗണ്ടുകളായി വോട്ടെണ്ണുമെന്നായിരുന്നെങ്കിൽ 1 മുതൽ 10 വരെ ബൂത്തുകൾ ആദ്യം എന്ന ക്രമത്തിൽ 180 ബൂത്തുകൾ 18 റൗണ്ടുകളിലായി എണ്ണുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ തീരുമാനം. അതായത് പഴയ കണക്കുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഓരോ റൗണ്ടിലും എത്ര വോട്ട് കിട്ടുമെന്ന് ഇപ്പോൾ ഇതിനകം തന്നെ സ്ഥാനാർത്ഥികളൊക്കെ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യത്തെ 14 ബൂത്ത് എണ്ണിൽ ആദ്യത്തെ റൗണ്ടിൽ 10 ബൂത്തുകളിലെ കണക്കാണ് വരാൻ പോകുന്നത്. പതിവായി പാലക്കാട് നഗരസഭ തന്നെയാണ് ആദ്യം എണ്ണാൻ പോകുന്നത്. അത് ആകെ 184 ബൂത്തുകൾ 1 മുതൽ 104 വരെ, അതായത് മൊത്തം വോട്ടിന്റെ സിംഹഭാഗവും 1 മുതൽ 104 ബൂത്ത് വരെയുള്ള വോട്ടുകൾ പാലക്കാട് നഗരസഭയിലാണ്. 105 മുതൽ 137 വരെ പിരായിരി പഞ്ചായത്തിലും, 138 മുതൽ 159 വരെ മാത്തൂർ പഞ്ചായത്തിലും, 160 മുതൽ 184 വരെ കണ്ണാടി പഞ്ചായത്തിലുമാണ്. നാളെ വോട്ടെണ്ണുമ്പോൾ രതീഷ്, നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ലീഡ് സി കൃഷ്ണകുമാറിന്റേതാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കാരണമുണ്ട്. പാലക്കാട് നഗരസഭയിലെ ആദ്യത്തെ റൗണ്ടുകൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, കേരളത്തിൽ ഒരേ ഒരു നഗരസഭയെ BJP ഭരിക്കുന്നുള്ളൂ. അത് പാലക്കാട് നഗരസഭയാണ്. പാലക്കാട് നഗരസഭ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ആ BJPയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 ആ മുനിസിപ്പാലിറ്റിയിൽ ലീഡ് ചെയ്തത്. അതുകൊണ്ട് ആദ്യം വരുന്ന ലീഡ് നില സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്യന്തം ആവേശം ഒരുപക്ഷെ വേണ്ടിവരില്ല. കാരണം അതിന് പിന്നാലെ ഒരുപക്ഷെ കഥ മാറിയേക്കാം. പിന്നാലെ ഈ നഗരസഭയൊക്കെ എണ്ണിക്കഴിയുമ്പോൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ ആദ്യം കൽപ്പാത്തി ഉൾപ്പെടെയുള്ള മേഖലകളാണ്. ഒലവക്കോട്ട് തുടങ്ങി കൽപ്പാത്തി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൽപ്പാത്തിയിലെ 1, 2, 3, 4 ബൂത്തുകളൊക്കെ എണ്ണി നഗരത്തിലൂടെ ഇങ്ങനെ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ് യാക്കര ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ BJPയുടെ 4-5 റൗണ്ടുകളിലാണ് മൂത്താന്തറ, വടക്കുംതറ, ചുണ്ണാമ്പുതറ തുടങ്ങിയ BJPയുടെ RSSന്റെ സംഘടനാ ശക്തി കേന്ദ്രങ്ങൾ എണ്ണുന്നത്. അപ്പോൾ 5ാമത്തെ റൗണ്ടൊക്കെ എത്തുമ്പോഴേക്കും BJPയുടെ ലീഡ് പീക്ക് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉൾപ്പെടെ വന്ന് സ്ഫുടം ചെയ്ത മണ്ണാണിത് എന്ന ആത്മവിശ്വാസത്തിൽ BJP നേതാക്കളൊക്കെ പറയുന്നത് ഈ മൂത്താന്തറയിലെയൊക്കെ ചരിത്രം കൊണ്ടാണ്. അവിടെ പോൾ ചെയ്യപ്പെടുന്ന വോട്ടിന്റെ 85% വരെ BJPക്ക് ലഭിച്ചു എന്നാണ് തിരഞ്ഞെടുപ്പ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ 100 പേർ വോട്ട് ചെയ്യുന്ന ഒരു പ്രദേശത്തെ 80-85 വോട്ട് ഒരു പാർട്ടിക്ക് ലഭിക്കുക, അത് വളരെ അഭൂതപൂർവ്വമാണ്. അങ്ങനെ എല്ലാ പാർട്ടികൾക്കും കേരളത്തിൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി ഗ്രാമങ്ങൾ നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ BJPക്ക് അക്ഷരാർത്ഥത്തിൽ അത്തരം ചില ഇടങ്ങളുണ്ട് പാലക്കാട് നഗരസഭയിൽ. ഗ്രാമങ്ങൾ കഴിഞ്ഞാൽ ഈ 7ാമത്തെ റൗണ്ടോടുകൂടി ഈ മൂത്താന്തറ മേഖല, വടക്കുംതറ മേഖലകളൊക്കെ എണ്ണി നഗരസഭയുടെ മറ്റ് മേഖലകളിലേക്ക് കടക്കുമ്പോൾ തന്നെ കോൺഗ്രസിന് ആ ലീഡ് കുറയ്ക്കാൻ കഴിയേണ്ടതാണ്, UDFന് ആ ലീഡ് കുറയ്ക്കാൻ കഴിയേണ്ടതാണ്. അങ്ങനെ കുറയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഫൈറ്റ് ആകും ഇത് എന്നുള്ളത്. അതായത് 6500 അടുത്തായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അവിടെ ലീഡ് BJPയുടെ. ആ ലീഡാണ് ശ്രീധരന്റെ ലീഡ്. ആ ലീഡാണ് പിന്നാലെ വരുന്ന പിരായിരി പഞ്ചായത്തിൽ UDFന്റെ ശക്തി കേന്ദ്രം. അവിടെ 6000-ൽ പരം വോട്ടിന്റെ, അതായത് പാലക്കാട് നഗരസഭയിൽ BJPക്ക് ലഭിച്ച വോട്ടിനേക്കാൾ 221 വോട്ടുകളുടെ കൂടുതലുണ്ടായിരുന്നു. BJP അവിടെ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ വോട്ടിന്റെ പകുതിയെ കഴിഞ്ഞ തവണ പോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇരട്ടി വോട്ടുകൾ BJPക്കും അതുപോലെ തന്നെ LDFന് കിട്ടുന്ന ഇരട്ടി വോട്ടുകൾ പിരായിരി കഴിഞ്ഞ തവണ UDFന് കൊടുത്തു. ഇത്തവണ അതിലും കൂടുതൽ, അതായത് പിരായിരിയിൽ നിന്ന് ലഭിക്കുന്ന വമ്പിച്ച ലീഡ് വിജയം ഉറപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം. അതായത് പാലക്കാട് നഗരസഭയിലെ ലീഡ് സമം പിരായിരിയിലെ UDFന്റെ ലീഡ്. ഇതാണ് സാധാരണ ഇക്വേഷൻ. പിരായിലെത്തുമ്പോൾ ഒരു 200 വോട്ടിന്റെ ലീഡിലേക്ക് UDF വരാം. അതിനുശേഷമുള്ള മാത്തൂരിലേക്കും കണ്ണാടിയിലേക്കും എത്തുമ്പോൾ അത് LDF
പതിവായി ലീഡ് ചെയ്യുന്ന പഞ്ചായത്തുകളാണ്. അവിടെ പക്ഷേ രണ്ടാം സ്ഥാനത്ത് പതിവായി UDF ആണ് വരുന്നത്. വലിയ വോട്ട് വ്യത്യാസത്തിൽ BJP പോകാറുണ്ട്. അതെ, BJP പ്രത്യേകിച്ച് മാത്തൂരിലൊക്കെ ഒരു 3000 റേഞ്ചിൽ നിൽക്കാറുള്ളൂ. അതായത് യഥാർത്ഥത്തിൽ മാത്തൂരിലും കണ്ണാടിയിലും ഇത്തവണയും ഒരു പക്ഷേ LDF ലീഡ് ചെയ്യാം. ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും വേണമെങ്കിൽ LDF ലീഡ് ചെയ്യാൻ കഴിയുന്ന മുൻകാലങ്ങളിൽ കഴിഞ്ഞ തവണ പോലും ലീഡ് ചെയ്ത പഞ്ചായത്തുകളാണ് മാത്തൂരും അതുപോലെ തന്നെ കണ്ണാടിയും. ഇത്തവണയും LDF അവിടെ ലീഡ് ചെയ്താൽ പോലും UDF പ്രശ്നമില്ല. കാരണം പ്രത്യേകിച്ച് മാത്തൂരിൽ BJPയുടെ ലീഡ് നില നിലവിലെ കണക്കുകൾ അനുസരിച്ച് കുറവാണ്. ഈ ശ്രീധരനില്ല, ഷാഫി പറമ്പില്ല. പക്ഷേ ഇടതുപക്ഷം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലെ പോലെ ദുർബലവുമല്ല എന്ന ഫാക്ടർ അടക്കം ഉണ്ട് പാലക്കാട്ടേക്ക്. നാളെ പാലക്കാട്ടെ വോട്ടെണ്ണൽ 8 മണിക്ക് തുടങ്ങുമ്പോൾ 8:05, 8:10, 8:15 ഒക്കെ ആകുമ്പോൾ ആദ്യ ഫലസൂചനകൾ വരും. അത് കൃത്യമായി പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് അതിവേഗം എത്തും. മാത്രമല്ല ഈ ബൂത്ത് തിരിച്ചുള്ള കണക്കുകളൊക്കെ ഉണ്ടല്ലോ, പലരും പല വ്യാജ കണക്കുകളൊക്കെ അടിക്കും. പക്ഷേ ഈ ബൂത്ത് തിരിച്ചുള്ള കണക്കുകളൊക്കെ നമ്മൾ സ്പഷ്ടമായി പ്രേക്ഷകരിലേക്ക് അതാത് സമയത്ത് എത്തിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും മാതൃഭൂമി ന്യൂസിന്റെ സെൻട്രൽ ഡെസ്കിൽ പൂർണ്ണമാണ്. കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളുടെ ഡാറ്റ കൃത്യമായി ഇതിനോടകം തന്നെ വിശകലനം ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഓരോ വോട്ട് എണ്ണുമ്പോഴും ഇത് എങ്ങോട്ടാണ് ട്രെൻഡ്, എണ്ണുന്ന വോട്ട് ഇത്ര എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്ത് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൂടി അറിയണമല്ലോ. അങ്ങനെ വിശകലനം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ മുഴുവൻ നമുക്ക് നമ്മുടെ ഡാറ്റാ ബോർഡ് തയ്യാറാണ്. അതുകൊണ്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. നാളത്തെ പ്രഭാതത്തിനായി പാലക്കാട്ട് എന്താണ് സംഭവിക്കുക എന്നതിന്റെ സമഗ്ര ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ മാതൃഭൂമി ന്യൂസ്